Hello ladies and gentlemen, welcome to yet another video. എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 1 മില്യണിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. സോ വരുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് അടിച്ചിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഫ്യൂറിയോസ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. എനിക്കറിയാം കുറച്ച് ലേറ്റായി, 2 ദിവസം ലേറ്റായി, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ ഐമാക്സിലാണ് കണ്ടത് ഗൈസ്. എന്താണ് ഇപ്പം ഇംഗ്ലീഷ് സിനിമയൊക്കെ ഐമാക്സിലേ കാണും. ഒരു സുഖം. ഐമാക്സിലാണ് കണ്ടത്. ജോർജ് മില്ലറിൻ്റെ പടമാണ്. ആൻഡ് ജോർജ് മില്ലറിൻ്റെ ഫ്രാഞ്ചൈസിയിലെ 5ാമത്തെ സിനിമയാണ് ഈ മാഡ് മാക്സ് ഫ്രാഞ്ചൈസി. ഫസ്റ്റ് നമ്മുടെ മെൽ ഗിബ്സനെ വെച്ചിട്ടാണ് പുള്ളി പരിപാടി തുടങ്ങുന്നത്. കഴിഞ്ഞ മാഡ് മാക്സ് ഫ്യൂറി റോഡ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ബ്ലൂറേ ഡിസ്ക് മേടിച്ച് വയ്ക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അതായത് അവതാർ, പിന്നെ അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. ഈ അക്വാമാൻ, അതായത് ഇങ്ങനെ ഡിസ്കിലൊക്കെ ഇട്ട് നല്ല 4K കാണാനെന്നൊക്കെ നമ്മളിങ്ങനെ പറയൂലേ, അങ്ങനെ വെച്ചേക്കുന്ന ഒരു സിനിമയാണ് ഈ മാഡ് മാക്സ് ഫ്യൂറി റോഡ്. അത് നമ്മുടെ ചാർലീസ് തിറോണാണ് ഫ്യൂറിയോസ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ പടത്തിൽ ചെയ്തത്. ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രീക്വല് പോലെയാണ്. അതായത് ആ ക്യാരക്ടറിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറിയാണ് ഈ ഒരു സിനിമ. ആൻഡ് ജാതി പാടോടെ ഞാനിങ്ങനെ എൻ്റെ കണ്ണിങ്ങനെ ഗ്ലൂ ചെയ്തിരുന്നാണ് കണ്ടത്. എന്താ സിനിമ! എൻ്റെ അമ്മ, ഈ മനുഷ്യന് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സാധനം മറ്റേ സ്റ്റോക്ക് എവിടെയെങ്കിലും മേടിച്ച് വെച്ചേക്കണമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോന്നടേ ഫ്രെയിമൊക്കെ, എന്തോന്ന് ഫ്രെയിം, എന്തോന്ന് ആക്ഷൻ സെറ്റ് പീസസ്. മറ്റേ ട്രക്കും ബഹളവും കാറ് വരുന്നു അതൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും യൂസ് ചെയ്തിരിക്കുന്ന ക്യാമറ ആംഗിൾസിൻ്റെ ഒരു ഇതാണെങ്കിലും CGI യൂസേജൊക്കെ ആണെങ്കിലും ഒക്കെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, വില്ലൻ ക്രിസ് ഹെംസ്വർത്ത്, വേറെ ലെവൽ പൊളിയായിരുന്നു, വേറെ ലെവൽ പൊളി. ഞാൻ പറയും വില്ലൻ കിടിലമാണെങ്കിൽ ഉണ്ടല്ലോ, സിനിമ നമ്മൾ വായും പൊത്തിയിരുന്ന് കാണൂടെ. അതാണ് ഒരു വില്ലൻ്റെ പവർ. ആൻറ്റഗോണിസ്റ്റ് അത്ര കിടിലമാണെങ്കിൽ ഉണ്ടല്ലോ, അമ്മ യോജാതി സ്വാഗടയാ മനുഷ്യൻ ക്രിസ് ഹെംസ്വർത്ത്. ഇന്ന് ആലോചിച്ച് നോക്കിയാണ്, തോറായിട്ട് സൂപ്പർ ഹീറോ എന്നൊക്കെ പറഞ്ഞ് നടന്ന് ഞാൻ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യില്ല, എൻ്റെ ഇമേജിന് അത് ബാധിക്കും എന്ന് പറയാതെ പക്ക നല്ല ക്ലാസ് ക്രൂരനായ വില്ലനായിട്ട് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഇതുപോലെ സാധനമാണ് ലിയനാർഡോ ഡിക്കാപ്രിയോൻ്റെ അടുത്തുള്ളത്. ലിയനാർഡോ ഡിക്കാപ്രിയൊക്കെ എന്തിനാണ് നെഗറ്റീവ് റോൾ ചെയ്യണം? പക്ഷേ ചെയ്യും. പല ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ എടുക്കുക, അത് എക്സ്പ്ലോർ ചെയ്യുക എന്നൊക്കെ. നമ്മുടെ നാട്ടിൽ മമ്മൂക്കയാണ് അത് ചെയ്യണത്. ഉള്ളത് പറയാലോ, അത്രയും ഒരു സ്റ്റാർഡത്തിൽ നിൽക്കുന്ന മമ്മൂക്ക മാത്രമാണ് എൻ്റെ കാഴ്ച. മമ്മൂക്കയും ഫഹദൊക്കെയാണ് ആ ഒരു സാധനത്തിലൂടെ, അതായത് ഒരു ഇത്തിരി ഗ്രേ ഷെയ്ഡാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന ആൾക്കാരിൽ നമ്മുടെ നാട്ടിൽ അവരുണ്ട്. നമ്മളെ ബോളിവുഡിൽ ഇപ്പോഴും മറ്റേ തന്നെ, ബിക്കോസ് അവർ ഇമേജ് കോൺഷ്യസ് ആണ്. അപ്പോൾ എനിവേസ് ഞാൻ അതിൽ നിന്ന് മാറി വരുന്നു. ബട്ട് ഫിലിം ആസ് എ ഹോൾ എൻ്റർടൈനിങ് ടു ദ കോർ. ചില സീനൊക്കെ ഞാൻ ഇത് എങ്ങനെയാണ് പുല്ല് എടുത്തേക്കണേന്ന് ആലോചിച്ച് പോയി. അത് മാഡ് മാക്സ് ഫ്യൂറി റോഡ് കണ്ടപ്പോഴും എനിക്ക് തോന്നിയില്ല. പക്ഷേ മാഡ് മാക്സ് ഫ്യൂറി റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം അവർ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 75 to 80% അവർ പ്രാക്ടിക്കലി ആണ് ആ പടം എടുത്തേക്കുന്നത്. അതായത് VFXൻ്റെ അളവ് കുറവായിരുന്നു ആ സിനിമയിൽ. അതിൽ ഒരു ക്രാഷൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ അവർ ശരിക്കും ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ ഭയങ്കരമായി CGI യൂസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു 50-60% CGI ആണ് പടം. ബിക്കോസ് അവർക്ക് തന്നെ മനസ്സിലാക്കണം എന്തിനാണ് ഈ ആൾക്കാരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണമെന്ന് വിചാരിച്ച് കാണുമായിരിക്കും. ബട്ട് അഗെയിൻ ദിസ് മൂവി ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. റിച്ച് ഫ്രെയിംസും നല്ല കിടില. പിന്നെ നമ്മുടെ ഈ എൻജിൻ്റെ സൗണ്ടുകളുണ്ടല്ലോ, V8 എൻജിൻ, V12 എൻജിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ട്. കുറച്ച് കാറുകളല്ല കേട്ടോ, എൻജിൻ്റെ സൗണ്ട്. ആദ്യത്തെ ഒരു പകുതി ഒരു 20-30 മിനിറ്റ് ബൈക്കുകളെ സൗണ്ടാണ്. നല്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ 2 സ്ട്രോക്ക് 4 സ്ട്രോക്കിൻ്റെയൊക്കെ ഒരു സൗണ്ടാണ്. കുറച്ച് കഴിയുമ്പോൾ അത് എൻജിനിലോട്ടാവും, കാറിൻ്റെ എൻജിനിലോട്ട്. മരണ മാസ് പടം. ഇതൊക്കെയാണ് നമുക്ക് തിയേറ്ററിന് വേണ്ടി ഉണ്ടാക്കിയ സിനിമ എന്നൊക്കെ നമ്മൾ പറയൂലേ, ആണ് ഈ പടം. ഒന്നുകിൽ നല്ല ഹോം തിയേറ്റർ സെറ്റപ്പിൽ കാണും, നല്ല സൗണ്ട് സിസ്റ്റത്തിൽ. ഐമാക്സിൽ വേറെ ലെവലാണ്. ഞാനിങ്ങനെ കണ്ണിങ്ങനെ എനിക്ക് എടുക്കാൻ വയ്യായിരുന്നു സ്ക്രീനിൽ നിന്ന്. ഞാൻ ചോദിച്ചു, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻ്റർവെൽ ഇല്ല.
നമ്മൾ ഈ ദുബായ് പോലത്തെ രാജ്യങ്ങളിലൊന്നും ഇൻ്റർവെൽ സിനിമയ്ക്ക് തരാറില്ല. ഇത് എത്ര മണിക്കൂറായിരുന്നു സിനിമ എന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് ഇൻ്റർവെൽ ഉണ്ട്. ഞാൻ മറ്റത് ചില ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഒക്കെ കാണാൻ പോയപ്പോൾ ഒരു കുറച്ച് നേരം ആയപ്പോൾ എടുക്കാൻ മുട്ടി. ഞാൻ ഊശി എന്ത് പണ്ടാ ഇതിപ്പോൾ എനിക്ക് പോവുകയും ചെയ്യണം, ഇവന്മാർ ഇൻ്റർവെൽ ഇടൂല എന്നുള്ളൊരു പ്രശ്നമാണ്. ഇതിൽ എവിടെ ഒരു ഇതുമില്ല. ഞാനിങ്ങനെ അങ്ങ് ഇരുന്ന് ഇത് എന്തിന് എന്താക്കിയ സംഭവം. റിവെഞ്ച് സ്റ്റോറിയാണ്, ഒരു ഒറ്റ അടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ റിവെഞ്ച് സ്റ്റോറിയാണ്. പക്ഷേ ക്യാരക്ടർ ബിൽഡിങ്ങും എന്തോന്ന് ലോകം അവിടെ ഉണ്ടാക്കി വെച്ചേക്കണം അങ്ങേര്. ഇതിൻ്റെ ഇനി അടുത്ത ഇതേപോലെ മറ്റേ ഈവൻ മാഡ് മാക്സിൻ്റെ ഒരു പ്രീക്വൽ പോലത്തെ ഒരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് ദിസ് മൂവി വാസ് ഫാന്റാസ്റ്റിക്. ഒന്നും പറയാല്ല, കിടിലൻ സിനിമയായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് മാഡ് മാക്സ് ഫ്യൂറിയോസ ദ മാഡ് മാക്സ് സാഗ എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയാനുള്ളത്. ഗംഭീര പടം. ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, സിനിമാറ്റോഗ്രാഫി, VFX എല്ലാം കിടു. എഡിറ്റിംഗ് ഒക്കെ. പിന്നെ എനിക്ക് ഒരു കാര്യം എടുത്ത് പറയാനുണ്ടായിരുന്നു. ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഞാൻ ശ്രദ്ധിച്ചാണ്, കണ്ണുണ്ടല്ലേ, നമ്മുടെ കണ്ണില്ലേ, കണ്ണിങ്ങനെ തിളങ്ങും. എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും കണ്ണിലിപ്പം തന്നെ നീല കണ്ണാണെങ്കിൽ ആ നീലയൊക്കെ ഇങ്ങനെ നിൽക്കും. ബിക്കോസ് ഈ ഫ്യൂറിയോസ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ പടത്തിൽ വലുതായിട്ട് സംസാരിക്കില്ല. പുള്ളിക്കാരി എല്ലാം കൂടെ ഒരു 5-6 ഡയലോഗേ എന്നുള്ളൂ. മൊത്തം കണ്ണ് വെച്ചിട്ടാണ് പുള്ളിക്കാരി ഈ ഇമോട്ട് ചെയ്യുന്നത്. മാൻ, ഹാറ്റ്സ് ഓഫ് ടു ദ പുള്ളിക്കാരുടെ പേരെനിക്ക് വരുന്നില്ല. ആടിപ്പൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം എണ്ണു എനിക്ക് ആ കണ്ണിന് അങ്ങനെ ആ ഒരു ഷൈനിങ് കൊടുക്കുന്ന ആ ഒരു ടെക്നിക്ക് കൊള്ളാം കേട്ടോ. അത് എല്ലാവരും ഒന്ന് യൂട്ടിലൈസ് ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് പറയണമെന്നുണ്ട്. അതായത് എല്ലാവരും ഒന്ന് പോയി അതൊന്ന് പഠിക്കുക കേട്ടോ, അതെങ്ങനെയാണ് ചെയ്യണത്. ബിക്കോസ് ലൈറ്റിങ്ങിൻ്റെയൊക്കെ എന്തിൻ്റെയൊക്കെ ഗുണമാണ്. അത് ഒരു രക്ഷയില്ലട. ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ നോക്കുമ്പോൾ ഇവരൊക്കെ കണ്ണിങ്ങനെ എന്തോ ഒരു ടഫ്ലോൺ അടിച്ചതുപോലെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ അമ്മാതിരി ഇങ്ങനെ ഷൈൻ ചെയ്തിരിക്കണം. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് സൂപ്പറായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് എനിക്ക് എടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഗൈസ്. ടർബോ എന്ന് പറയുന്ന സിനിമ, അതിനെപ്പറ്റിയാണ് പറയാനുള്ളത്. നമ്മുടെ അശ്വന്ത് കോക്കിന് തംബ്നെയിൽ അവരെ പോസ്റ്റർ ഇട്ടെന്ന് പറഞ്ഞ് പണി കൊടുത്തു. ഓക്കെ, ഇനിയിപ്പം നമുക്ക് മനസ്സിലായി പോസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ ഡൺ. പിന്നെ ഒരുപാട് പേര് ഈ കുറേ പേര് വന്നിട്ട് എനിക്ക് ചിരി പറഞ്ഞതാണ്, അവന്മാർ വന്നിട്ട് അവർ ഒപ്പീനിയൻ പറയണം, ഇത് കിടിലം പടമാണ്, അവനെയൊക്കെ ആര് കേൾക്കുന്നത്, നമ്മൾ പറയണത് കേൾക്കാൻ. അപ്പം നിങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് നമ്മളും പറയുന്നത്. എനിക്ക് അത്രേ പറയുള്ളൂ. അതായത് നിങ്ങൾ കാര്യം മനസ്സിലായില്ലേ, ഓരോ ആൾക്കാർ വീഡിയോ ഇടുകയാണ്, അവന്മാർ പറയണമെന്നും ആരും കേൾക്കരുത്. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കണം. ബിക്കോസ് ഞാൻ ജെന്യുവൻ ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലായ, അവൻ ഇടുന്നതും നമ്മളെപ്പോലെ, ഇപ്പം എന്നെയോ ബാക്കിയുള്ളവരെ പോലെ അവൻ സിനിമ കണ്ടിട്ട് എൻജോയ് ചെയ്തോ ഇല്ലയോ എന്നാണ് വന്ന് പറയുന്നത്. ഒരുപാട് പേര് എൻ്റെ ഫോട്ടോ യൂസ് ചെയ്ത് ഒരു പ്രൊഫസർ വന്നിട്ടുണ്ട് കേട്ടോ. റിവ്യൂവറിൽ പ്രൊഫസറാണ് അവൻ. നമുക്ക് പറഞ്ഞു തരണം എവിടെയാണ് റിവ്യൂ പാളിപ്പോയെന്ന് അളിയൻ പറപ്പിച്ചു തരാൻ. അയാൾ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇന്നലെ മെനിങ്ങാന്നെന്തോ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിപ്ലോമ ആയിരിക്കില്ല, മാസ്റ്റേഴ്സ് ഇൻ സിനിമ ക്രിറ്റിക്സ് ഇതിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തൊരു വ്യക്തിയാണ്. പുള്ളി വന്നിട്ട് എവിടെയാണ് പാളിപ്പോയെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. നീ ചെയ്യണ പരിപാടി തന്നെയാണ് നമ്മളിവിടെ ഇരുന്ന് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ഫോട്ടോ യൂസ് ചെയ്തത് എൻ്റെ ഡീസൻസിയാണ്. ഇപ്പം നിങ്ങൾ നിനക്കൊക്കെ മനസ്സിലായല്ലോ, ഒരു കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ടേക്ക് ഡൗൺ ആവും. അണ്ണൻ്റെ ഇപ്പോഴത്തെ 1 ലക്ഷം കയറി ഒരേ വീഡിയോ അതല്ലേ, ടേക്ക് ഡൗൺ ആവണോ? കാണണോ ആ സാധനം? അത് ഇപ്പോൾ ടർബോയ്ക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ വേണമെങ്കിൽ ലൈവായിട്ട് കാണിച്ചു തരാം. എൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് നെഗറ്റീവ് റിവ്യൂ, അവിടെയാണ് എനിക്ക് പ്രശ്നം. ഞാൻ ടർബോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ ആണ് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഒരാളെയും വന്നൊന്നും പറയത്തില്ല. ബിക്കോസ് എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞത് എൻ്റെ ഒപ്പീനിയനാണത്. ഞാൻ ടർബോ ഫസ്റ്റ് ഹാഫ് എനിക്ക് ബോറടിച്ചു എന്ന് ഞാൻ പറഞ്ഞു. സെക്കൻഡ് ഹാഫ് ഗംഭീരമാണെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എവിടെ വേണമെങ്കിലും എടുത്ത് പറയാം. എനിക്ക് സെക്കൻഡ് ഹാഫ് കിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അടിപൊളി ഫൈറ്റ് സീക്വൻസും ചേസും ബഹളവും മമ്മൂക്കരെ സ്വാഗ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ വേണമെങ്കിൽ ആ ടർബോരെ എൻ്റെ ഒപ്പീനിയൻ വീഡിയോ അവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്കും എടുത്ത് നോക്കാം. എങ്ങനെയാണ് അത് നെഗറ്റീവ് റിവ്യൂ ആവണത്? ഞാൻ ഫസ്റ്റ് ഹാഫ് ബോറടിച്ചെന്ന് പറഞ്ഞാൽ RDX എന്ന് പറഞ്ഞ സിനിമ, RDXന്റെ പറ്റി ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു വളരെ ആവറേജ് ആയിട്ട് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫ് പടം വേറെ ലെവൽ പേസിങ് കയറിയെന്ന്. ഇത് തന്നെയാണ് ഞാൻ RDXനെ പറ്റി പറഞ്ഞത്.
എങ്ങനെയാണ് അത് നെഗറ്റീവ് റിവ്യൂ ആവുന്നതെന്ന് ഈ പറയുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവർ ഒന്ന് വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്ന് മനസ്സിലാവുമായിരുന്നു. എനിക്കിപ്പോഴും ഉറപ്പാണ്, ഞാൻ ഇന്നും പറയുന്നു, വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഒരു സിനിമ ഹിറ്റാവുന്നതും അല്ലയും എന്ന് തീരുമാനിക്കുന്നത്. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാൻ വൺ ഓഫ് ദ ജനമാണടേ, അത്രയേ ഉള്ളൂ. നിങ്ങളെപ്പോലെ തന്നെ അതേപോലെ ഒരു ഒപ്പീനിയൻ ഉള്ളൊരു വ്യക്തി, എനിക്കൊരു ചാനലുണ്ട്. ആ ചാനലിൽ കൂടെ ഞാൻ അതിൻ്റെ ഓഡിയൻസിൻ്റെ അവിടെ പറയുന്നു. ചിലവർ അത് ഏറ്റെടുക്കാറുണ്ട്, ചിലവർ സിനിമ കണ്ടിട്ട് പറയുന്നത് ബ്രോയ്ക്ക് തോന്നിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിലവർ എന്നത് പറയട്ടെ, നിനക്ക് എങ്ങനെയാണ് ഈ പടം ഇഷ്ടപ്പെട്ടത്? നമുക്കിഷ്ടപ്പെട്ടില്ല. എടാ, ഒരു സിനിമയും ഒരു കഥ ബുക്കിനും ഒരു ഫുഡിനും എല്ലാത്തിനും 2 ഒപ്പീനിയൻസ് ഉണ്ട് ഈ ലോകത്ത്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയോ എല്ലാവർക്കും ബിരിയാണി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ഈ ലോകത്തറിയോ? ബിരിയാണി ഇഷ്ടമല്ല അവർക്ക്. ഈ ബിരിയാണിയാണ് എങ്ങനെയാണ് അത് കഴിക്കണേന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ നീയൊക്കെ അവനെ തല്ലിക്കൊല്ലോടെ. അവനത് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അവൻ്റെ ഇഷ്ടമല്ലേടേ അത്. അവന് ബിരിയാണി ഇഷ്ടമല്ല ഇല്ലെന്ന് ആണോ അല്ലേന്ന് പറയുന്നത്? ആരെങ്കിലും അവനെ സപ്രസ് ചെയ്യും, അവൻ ബിരിയാണി കഴിക്കാത്തവനാണ്, വെറും കൂറയാണ് കേട്ടോ, അവൻ്റെ അടുത്ത് കൂട്ടുകൂടല്ലേ എന്ന് നിങ്ങൾ പറയൂ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. ഞാൻ ഈ ലോകത്തുള്ള എല്ലാത്തിനും 2 സൈഡുകളുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അത് റെസ്പെക്റ്റ് ചെയ്യുന്നു. ഞാൻ വന്ന് ചീത്ത വിളിക്കുക എന്തിനി? എന്നിട്ട് പറയും അത് എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഞാൻ ഒരുത്തരെ തള്ളക്കി വിളിക്കണേ അഭിപ്രായ സ്വാതന്ത്ര്യം. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ മാന്യമായിട്ട് വന്നിരുന്ന ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനെ പറ്റിയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അല്ലാതെ അവർ തന്നെ അമ്മയ്ക്കേറെ വിളിക്കുക ഇവിടെ ഒരുത്തനും സ്വാതന്ത്ര്യം ഇല്ല. പിടിച്ച് അകത്തെടുത്ത് ഇടിക്കും നാട്ടുകാരെ, മറ്റേ പോലീസുകാരന്മാർ വല്ല കേസും കൊടുത്തു കഴിഞ്ഞാൽ. അഭിപ്രായ സ്വാതന്ത്ര്യം പോലും കോമഡി. അപ്പോൾ എനിക്ക് അതാണ് പറയാനുള്ളത്. ഞാൻ ഒരിക്കലും ടർബോയ്ക്ക് നെഗറ്റീവ് പറഞ്ഞത് എനിക്കിതിനൊന്നും. ഞാൻ പറഞ്ഞു ക്ലീഷേ ആയിട്ടുള്ള കുറേ സീനുകളുണ്ട്. അങ്ങനെ പടയപ്പോൾ തൊട്ടുള്ള സാധനം തോർത്ത് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഇടണ സാധനമൊക്കെ. രജനീകാന്ത് എനിക്ക് തോന്നുന്നു ആ സാധനം റിട്ടയർ ചെയ്യുമെന്ന് തോന്നുന്നു. ആ മറ്റേ കഴുത്തിൽ ഇങ്ങനെ ഷോൾ ഇട്ടിട്ട് കറക്കിയിട്ട് ഇടണ പരിപാടിയൊക്കെ. പിന്നെ പറയുന്നത് ജയിലർ ഇഷ്ടപ്പെടും. നിനക്ക് ജയിലർ ഇഷ്ടപ്പെടും, നിനക്ക് എന്തുകൊണ്ട് ഈ പടം ഇഷ്ടപ്പെടാത്തത്? ജയിലറിൽ എവിടെയാണ് രജനീകാന്ത് 100 പേരെ ഇടിച്ചിടണത്? ഒന്ന് കാണിച്ചു തരും എനിക്ക്. ജയിലർ സിനിമയിൽ 100 പേരെ അങ്ങനെ കുറേ പേരെ വെടിവെച്ച് ഇടുന്നുണ്ട് ഒരു ഹൈവേയിൽ. അതും പിന്നെ നമ്മൾ കാണും അത് ഡ്രാമയായിരുന്നെന്ന്. അവസാനം അയാൾ മറ്റേ വിനായകനെ കൊല്ലാൻ പറഞ്ഞ സീൻ, സോറി സ്പോയിലറാണ് ജയിലറിൻ്റെ, വിനായകനെ കൊല്ലാൻ പറഞ്ഞ സീനിൽ അങ്ങേരൊരു കൂട്ടത്തോടെയാണ് പറഞ്ഞത്. അങ്ങേര് ഫുള്ള് ആ പടത്തിൽ അത് തന്നെയാണ്. അയാൾക്ക് അത്രയും പവറുണ്ട്, കോൺടാക്ട്സ് ഉണ്ട്. മറ്റേ അവന്മാർ 100,000 പേരെ ഒന്ന് ഇയാളെ ഇടിച്ച് ചെയ്യാൻ നിൽക്കുന്നിടത്ത് അയാൾ വന്ന് അയാളെ കോൺടാക്ട്സ് ഉപയോഗിച്ച് അവരെയൊക്കെ തിരിച്ച് ആക്കുന്നു. എനിക്ക് അതിലാണ് ആ പടം ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നുന്നത്. അതിൽ രജനീകാന്തിൻ്റെ ഒരു സ്വാഗാണ് ആ പടത്തിൽ. പിന്നെ മമ്മൂക്കാരെ എന്തുമാത്രം പടങ്ങൾ ഇഷ്ടപ്പെട്ടു. കണ്ണൂർ സ്ക്വാഡ് വളരെ ഇഷ്ടപ്പെട്ട പടമാണ്. എൻ്റെ ഒപ്പീനിയൻ ഈ ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾ പോയി നോക്ക്. ഞാൻ വളരെ കാര്യമായിട്ട് പറയാം എന്തുകൊണ്ട് എനിക്ക് കണ്ണൂർ സ്ക്വാഡ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് സ്ക്വാഡിൻ്റെ കഥയാണ് പറയുന്നത്. അവർ ആ വില്ലേജിൽ പോയിട്ട് അവരുടെ സർവൈവലിന് വേണ്ടി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ഫൈറ്റ് ചെയ്യുന്നു. അവർ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സാണ്. ഞാൻ അത്രയും കിടില ഒരു പടം മമ്മൂക്ക തന്നെ തന്നിട്ട് ഇറ്റ്സ് എ കമേഴ്ഷ്യൽ ഫിലിം, ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ജനറിക് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ് ടർബോയിൽ എനിക്ക് ഫീൽ ചെയ്തതാണ്. എനിക്ക് ഫീൽ ചെയ്തൂടെ എങ്ങനെയാണ് ബാക്കിയുള്ള നാട്ടുകാരുടെ ഫീലിങ്സ് ആലോചിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് അത് സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ പറ്റും? നിങ്ങളെ വായി കയറി ഇരുന്നിട്ട് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരൂലേ? അത് ഞാൻ കാര്യം ചോദിക്കണം, നിങ്ങൾക്ക് ദേഷ്യം വരൂലേ? നിങ്ങൾ അവ എന്തൊരു പറഞ്ഞു ഞാൻ അതുപോലെ പറഞ്ഞോളാം എന്ന് പറയൂ. നീ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നിനക്ക് എന്ത് പറയാം, നിനക്ക് എന്ത് ചെയ്യാനുണ്ടാവുമെന്ന് ചോദിക്കും. അത്രേ ഞാനും പറയുന്നുള്ളൂ. നമുക്ക് ചില സാധനങ്ങൾ ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അത് റെസ്പെക്ട് ചെയ്യാൻ നോക്കടേ. അതിനെ മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കടേ. ഇവന് മറ്റേ എന്തിന് വിജയിയുടെ മറ്റേ പടം ഇഷ്ടപ്പെട്ടു, ഇവന് ഇത് ഇഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെട്ട് ഇത് ഇഷ്ടപ്പെട്ടില്ല. അതിനിപ്പോൾ എന്താ? അത് ഇഷ്ടപ്പെട്ടില്ല. ക്രെഡിബിലിറ്റി തൊലയ്ക്കാനാണ് നടക്കണതെന്ന് എനിക്ക് മനസ്സിലായി. തൊലയ്ക്കാൻ നടന്നത് തൊലച്ചുകൂടെ, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നും ഈ ഒരു പരിപാടി തുടങ്ങുമ്പോൾ ഞാൻ എൻ്റേതായ ഒരു ഒപ്പീനിയൻ പറയുന്നു. ആൾക്കാർക്ക് അത് കേൾക്കാൻ ഇഷ്ടമാണ്. അത് ചിലപ്പോൾ എൻ്റെ സംസാര ശൈലിയായിരിക്കാം, അതിൻ്റേതായ ഇതായിരിക്കാം, എന്തോ ആവാം. അതൊക്കെ ആൾക്കാർക്ക് ചോദിക്കണം, അവർക്കേ അറിയത്തുള്ളൂ. ഇവിടെ ട്രെയിലർ റിയാക്ഷൻസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാനായിരിക്കാം. ഒരു ഫോൺ എടുക്കാൻ പോകുന്ന അയാൾ റിവ്യൂ ആക്കി സാധനം എടുക്കുന്നു. ഒരാൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഞാൻ ചോദിക്കൂല്ലേ, ആ പുതിയ കട എങ്ങനെയുണ്ട്, അടിപൊളിയാണെന്ന് ചോദിക്കും. അപ്പോൾ മറ്റേ കൊള്ളാണ്, കുഴപ്പമില്ലെന്ന് പറയും. അപ്പോൾ നിങ്ങൾ കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ പോവില്ല. അടിപൊളി, ഇവിടെ സൂപ്പർ, അവിടുത്തെ ബിരിയാണി മോനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പോയി കഴിക്കും. അവിടെയും നമ്മൾ പോയി കഴിച്ച് ചിലപ്പോൾ അവന് അത് ഇഷ്ടപ്പെടില്ല.
അവർ ഇവൻ ഭയങ്കര കിടിലെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് കൊള്ളൂലല്ലോടെ എന്ന് നമ്മൾ ആലോചിക്കും. ചിലവർക്ക് എന്നാൽ അതേ കേട്ടിട്ട് പോയാൽ അവന് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടും. എടാ അതൊക്കെ ഓരോ ആൾക്കാരെ ഇഷ്ടമാണത്. ഞാൻ പറയും ഒരു ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവർക്ക് ഒരു സിനിമ റിവ്യൂവോ അല്ലെങ്കിൽ വേറൊരാളുടെ ഒപ്പീനിയനോ കണ്ടിട്ട് അവർക്ക് സിനിമ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ അത് അവരെ ചോയ്സാണ്. ഞാൻ പറയും മമ്മൂക്ക കമ്പനി ആ ചെയ്തത് അവർക്ക് വളരെ സത്യമാണ് ചെയ്തിരിക്കുന്നത്. അവർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയ അവരെ പോസ്റ്റർ അവരെടുത്ത് ചോദിക്കാതെ യൂസ് ചെയ്തതുകൊണ്ട് ഓക്കെ, ദാറ്റ് ഈസ് അക്സെപ്റ്റഡ്. അവരെയൊന്നും അല്ല ഞാൻ കുറ്റം പറയുന്നത്. ഞാൻ പറയുന്നത് വെറുതെ നമ്മളെയൊക്കെ ഫോട്ടോ ഇട്ടിട്ട് ഇവരുടെ നെഗറ്റീവ് റിവ്യൂ, ഇവരുടെ ഡീഗ്രേഡിങ്. എന്തോന്ന് ഡീഗ്രേഡിങ്? പിന്നെ കുറേ എണ്ണം പറഞ്ഞ പെയ്ഡ് പ്രൊമോഷൻ. ഈ പറയണവന്മാർ ഏവനെങ്കിലും ഒരുത്തന് സാമാനത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുന്നേ വന്ന് നീയൊക്കെ ഇത് പറ. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ 2 ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു വെച്ചിട്ട് നീയൊക്കെ ആ സാധനത്തിൽ നിന്ന് എനിക്ക് ഈ പറയുന്ന ഈ ട്രാൻസ്ഫർ ഓഫ് മണി ഏത് പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നാണോ അത് എനിക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ പൊന്നു മോനെ അപ്പോൾ കാണാം. ഒരുത്തന്മാർക്ക് അതിനുള്ള ധൈര്യം കാണൂലേ? ഒരുത്തം വന്നിരുന്ന് പറയോ ഒരു കൊണാത്തിരി ഒരു പോഡ്കാസ്റ്റ് മൈക്കും വെച്ചിട്ട് ഇവനൊക്കെ കാശും മേടിച്ചിട്ടാണ് അതൊക്കെ ചെയ്യണതെന്ന്. നിന്റെ ഏവ് മാമനാടാ അവിടെ ബാങ്കിൽ ഇരിക്കണത്, എൻ്റെ ഇത് നോക്കിക്കൊണ്ടിരിക്കണത് ട്രാൻസാക്ഷൻ. ഇത്ര ഔചിത്യമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ അവൻ കാശും മേടിച്ചിട്ടാണ് ഈ കൊണ അടിക്കണതെന്ന്. അങ്ങനെ പ്രൂവ് ചെയ്തതാ ഇന്ന് ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. ഏവൻ ആ പ്രൂഫും കൊണ്ടുവരുന്നത് ഈ ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്യും. അതാണ് എൻ്റെ കോൺഫിഡൻസ്. ഈ ചാനൽ അത് ഏത് ട്രailer റിയാക്ഷൻ ആയിക്കോട്ടെ, എന്ത് പുല്ലും ആയിക്കോട്ടെ, പൈസ കൊടുത്തിട്ട് ഇവിടെ ഒരു വീഡിയോ ഞാനൊരു സിനിമയെ പറ്റി നല്ലതോ ചീത്തയോ പറഞ്ഞിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യുന്നവന് ലൈഫ് സ്റ്റൈൽ സെറ്റിൽമെന്റിലല്ലടാ, ലൈഫ് ഓഫ് ഷസാം എന്ന് പറയുന്ന ഈ ചാനൽ ഞാൻ ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് ആരും ആ പരിപാടി ഇവിടെ എടുക്കണ്ട. കാശ് കൊടുത്തിട്ടാണ്. സത്യം പറഞ്ഞാൽ ദണ്ണുണ്ടേ അങ്ങനെയൊക്കെ പറയുമ്പം. ചെയ്തവനൊരു കുഴപ്പമില്ല. ചെയ്തവനാണെങ്കിൽ അവൻ പറയാം അവൻ സത്യമല്ലേ പറയണം, അവൻ എന്തിനും ഇങ്ങനെ റിയാക്ട് ചെയ്യണം. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയുള്ളൂ. ഇവിടെ ഒരാൾ ഒരു സംഭവം പറയാം, അയാൾ ഇതിപ്പോൾ ഞാൻ പറയും ഇപ്പം സപ്രഷനാണ് ചെയ്യുന്നത്. അതായത് ഒരാളെ അടിച്ചമിഴ്ത്തുകയാണ്, അവരവരുടെയൊക്കെ വോയിസുകളെ അടിച്ചമിഴ്ത്തുകയാണ്. എന്തിൻ്റെ പേരിൽ? സിനിമ ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിലോ? ഈ ലോകത്തിറക്കുന്ന എല്ലാ സിനിമകളും ഗംഭീരമാണെന്ന് തന്നെ പറയണമെന്ന് ഏത് നിയമപുസ്തകത്തിലാണ് എഴുതി വെച്ചേക്കുന്നത്? എന്തിനാണെങ്കിലും എനിക്കിത് തുറന്ന് പറയണം. ബിക്കോസ് അത്രയ്ക്കും ഇവരീ പറയുന്നതിൻ്റെ അപ്പുറം സൈബർ നമ്മൾ എന്തിനാ കേൾക്കണം? ഒരുത്തന്മാരൊക്കെ വന്നിരുന്നു ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്നെ നമ്മൾ വെറുതെ വിട്ടതാണ് ഇങ്ങനെയൊക്കെ. എന്തിന് നീ ആരാണ് എന്നെ വെറുതെ വിടാൻ? നിന്റെ ചിലവിലാണ് ഞാൻ അവിടെ ജീവിക്കുന്നത്. എന്താണെങ്കിലും വളരെ മോശമാണ്. ഞാൻ പറഞ്ഞത് ഇടയിൽ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് വളരെ മാന്യമായിട്ട് വന്ന് കാര്യം പറ. ഒരു കുഴപ്പമില്ല. വീട്ടുകാരെ വിളിക്കുക, ശപിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ പറയുക, അതിന് എക്സ്ക്ലൂസീവായിട്ട് വീഡിയോ ഇടുക. അവനറിയാം നമ്മളെയൊക്കെ ഫോട്ടോയിൽ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കയറി കാണുമെന്ന്. ഈ പറയുന്ന മഹാനായ പ്രൊഫസറിൻ്റെ ടർബോൻ്റെ ഇതുണ്ട് ഒപ്പീനിയൻ വീഡിയോ, അതിൽ ആരും കാണാനില്ല. നമ്മളെയൊക്കെ പേര് പറഞ്ഞ് ഒരു സാധനം ഇട്ടപ്പം നാട്ടുകാർ പോയി കാണാൻ. സിനിമാക്കാരും നമ്മളെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് പോയി കട്ട് ചെയ്ത് അവർ ഗംഭീര സിനിമ എന്നൊക്കെ പറയുന്നതൊക്കെ പല ആൾക്കാരെ കൊണ്ടും കട്ട് ചെയ്ത് ഇടാറുണ്ട്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയാറുണ്ടോ? അതാണടേ, അത്രേ ഉള്ളൂ. എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്കൊക്കെയാണ് പ്രശ്നം. പറയുകയാണെങ്കിൽ നല്ലത് പറഞ്ഞാൽ ഓക്കെ, ഇല്ലെങ്കിൽ എന്തോ. എന്തായാലും ഇംഗ്ലീഷ് സിനിമയുടെയും തമിഴ് സിനിമയുടെയും ഹിന്ദി സിനിമയുടെയും തമിഴ് വിട്. ഹിന്ദിയും ഇവന്മാരൊന്നും ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കൂല. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. നമ്മൾ എന്തായാലും മലയാള സിനിമയ്ക്ക് ഇനി തംബ്നെയിലിൽ പോസ്റ്റർ ഇല്ല. എന്തായാലും ഫ്യൂറിയോസ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ വന്ന് നിങ്ങളുടെ അഭിപ്രായം പറയുക. കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് മസ്റ്റ് വാച്ചാണ്. കിഡിലൻ സിനിമയാണ്, അടിപൊളി പടം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നിങ്ങളിഷ്ടം. പക്ഷേ എനിക്ക് ആസ് എ പ്രേക്ഷകൻ ഐ എൻജോയ്ഡ് ഇറ്റ്. അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.